ഒരിക്കൽ അറിവിന്റെയും ജ്ഞാനത്തിന്റെയും ദേവിയായ മാതാ സരസ്വതിക്ക് ഒരാഗ്രഹം തോന്നി. ഭൂമിയിലെ മനുഷ്യർ അറിവിനെ എങ്ങനെയാണ് ബഹുമാനിക്കുന്നതെന്ന് നേരിട്ട് കാണണം. വിനയവും ശുദ്ധിയും സമാധാനവുമുള്ള ഒരു ഭവനത്തിൽ വസിക്കാനായിരുന്നു മാതാ സരസ്വതി തീരുമാനിച്ചിരുന്നത്. മാതാ സരസ്വതി ആദ്യം എത്തിയത് കൊട്ടാരം പോലുള്ള വലിയൊരു വീടിന് മുൻപിലായിരുന്നു. പുറമേ നിന്ന് നോക്കിയാൽ വളരെ മനോഹരം. എന്നാൽ അകത്ത് പ്രവേശിച്ച മാതാ സരസ്വതി ദുഃഖിതയായി. അറിവിന്റെ പ്രതീകമായ പുസ്തകങ്ങൾ പൊടി പിടിച്ച് കീറി നിലത്ത് കിടക്കുന്നു. അവിടെ അറിവിനോട് ബഹുമാനമില്ലായിരുന്നു, പകരം അഹങ്കാരം മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ മാതാ സരസ്വതി മനസ്സിൽ വിചാരിച്ചു, അഹങ്കാരം ഭരിക്കുന്നിടത്ത് അറിവിന് വസിക്കാൻ കഴിയുകയില്ല. തുടർന്ന് മാതാ ആ വീട് വിട്ടിറങ്ങി. മാതാ സരസ്വതി രണ്ടാമത്തെ വീട്ടിലെത്തി. അവിടെ ഒരു യുവാവ് ലഹരിയിൽ മുഴുകി മര്യാദകെട്ട രീതിയിൽ പെരുമാറുകയായിരുന്നു. മാതാപിതാക്കളോടോ ഗുരുക്കന്മാരോടോ അവന് യാതൊരു ബഹുമാനവും ഇല്ലായിരുന്നു. അച്ചടക്കമില്ലാത്ത ആ അന്തരീക്ഷം കണ്ട മാതാ സരസ്വതി അവിടെ നിന്നും പിന്തിരിഞ്ഞു. അവസാനമായി മാതാ സരസ്വതി ഒരു ചെറിയ ദരിദ്രമായ കുടിലാണ് എത്തിയത്. അവിടെ സമാധാനം ലഭിക്കുമെന്ന് മാതാ സരസ്വതി കരുതി. എന്നാൽ അവിടെ ദമ്പതികൾ ദാരിദ്ര്യത്തിന്റെ പേരിൽ പരസ്പരം കലഹിക്കുകയായിരുന്നു. സ്നേഹവും സമാധാനവും അവിടെ ഉണ്ടായിരുന്നില്ല. നിറകണ്ണുകളോടെ മാതാ സരസ്വതി അവിടെ നിന്നും യാത്രയായി. നിരാശയായി മാതാ സരസ്വതി മഹാവിഷ്ണുവിനെ കാണാനായി വൈകുണ്ഠത്തിലെത്തി. എന്നിട്ട് മാതാ സരസ്വതി മഹാവിഷ്ണുവിനോട് നടന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങി. സ്വാമി, ഭൂമിയിലെങ്ങും അഹങ്കാരവും അറിവില്ലായ്മയും വഴക്കും മാത്രമാണല്ലോ ഞാൻ കണ്ടത്. അങ്ങനെയെങ്കിൽ ഞാൻ എവിടെയാണ് കുടികൊള്ളേണ്ടത്? അതുകേട്ട് ത്രിലോകനാഥനായ മഹാവിഷ്ണു സൗമ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദേവി, അറിവ് വസിക്കുന്നത് വലിയ കൊട്ടാരങ്ങളിലോ ധനികരിലോ അല്ല, മറിച്ച് വിനയമുള്ള ഹൃദയങ്ങളിലാണ്. എവിടെയാണോ വൃത്തിയും വെടിപ്പുമുള്ളത്, എവിടെയാണോ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുന്നത്, എവിടെയാണോ ശാന്തതയും വിദ്യയോട് ആത്മാർത്ഥമായ സ്നേഹവും ഉള്ളത്, അവിടെയാണ് അങ്ങയുടെ യഥാർത്ഥ സിംഹാസനം. ഭഗവാന്റെ വാക്കുകൾ കേട്ടപ്പോൾ മാതാ സരസ്വതിയുടെ സങ്കടം മാറി. അന്നു മുതൽ മാതാ സരസ്വതി അഹങ്കാരികളുടെ അടുത്തല്ല, മറിച്ച് വിനയമുള്ള മനസ്സുകളിലും സ്നേഹമുള്ള ഹൃദയങ്ങളിലും പഠനത്തെ സ്നേഹിക്കുന്ന വിദ്യാർത്ഥികളിലും വസിക്കാൻ തീരുമാനിച്ചു. സുഹൃത്തുക്കളെ, ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പാഠം വിദ്യയും വിനയവും തമ്മിലുള്ള ബന്ധമാണ്. യഥാർത്ഥ അറിവ് എന്നത് കേവലം പുസ്തകങ്ങൾ വായിക്കുന്നതോ ധനം സമ്പാദിക്കുന്നതോ അല്ല, മറിച്ച് അത് നമ്മുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലുമാണ് പ്രതിഫലിപ്പിക്കേണ്ടത്. അഹങ്കാരമുള്ളയിടത്ത് ജ്ഞാനത്തിന് സ്ഥാനമില്ലെന്നും മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുന്ന ശാന്തവും വൃത്തിയുമുള്ളതുമായ മനസ്സുകളിലാണ് മാതാ സരസ്വതി അഥവാ അറിവ് കുടികൊള്ളുന്നതെന്നും ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. ചുരുക്കത്തിൽ നാം എത്രത്തോളം വിനയമുള്ളവരായിരിക്കുന്നുവോ അത്രത്തോളം ജ്ഞാനം നമ്മളിലേക്ക് വന്നു ചേരും. മാതാ സരസ്വതിയുടെ ഈ ചെറിയ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ജയ് മാ സരസ്വതി.